എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ മസാലയാണ്. അപ്പം പനീർ മസാലയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. പനീർ ഉണ്ടാക്കുന്നതിന് നമ്മളിപ്പോൾ പാല് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം പാല് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ പാല് തിളച്ച് വന്നാൽ നമുക്ക് ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി സെറ്റാക്കണം. അപ്പം പാല് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പം പാല് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത്, അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ചേച്ച് ഒഴിച്ചു കൊടുക്കണം. കുറച്ചേച്ചായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരുമിച്ച് ഒഴിക്കേണ്ടതില്ല. അപ്പം കുറച്ചിങ്ങനെ ടൈം വിട്ടിട്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പം നമ്മൾ പാലിൽ നിന്ന് നമുക്ക് പനീർ കിട്ടും. അപ്പം കുറച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ചൂടാക്കി വേവിക്കണം. അപ്പോൾ നമ്മൾ പനീർ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റൗ ഓഫാക്കാം. കാരണം ഇതിൻ്റെ കളർ, ഈ വെള്ളത്തിൻ്റെ കളറ് ഒന്ന് ഒരു മഞ്ഞ കളറായിട്ട് വരുന്ന സമയത്താണ് നമ്മൾ ഈ സ്റ്റൗ ഓഫാക്കേണ്ടത്. നമ്മളെ പാലിൽ നിന്ന് പനീർ മുഴുവനായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റൗ ഓഫാക്കാം. പനീർ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് അതൊരു തുണി ഉപയോഗിച്ച്, നല്ല വൈറ്റ് വൃത്തിയുള്ള തുണി ഉപയോഗിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് സെറ്റാക്കിയെടുക്കാം. വെള്ളമൊക്കെ ഒഴിവാക്കി വെച്ചിട്ടുള്ള പനീറാണ്. നമുക്ക് ഇതേപോലെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് വെച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം ഇത് ഇങ്ങനെ തന്നെ വെക്കണം. നമ്മളെ പനീർ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പീസാക്കി മാറ്റാം. പനീർ മസാല ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്ന് നമുക്ക് പരിചയപ്പെടാം. നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി വേണം, കുറച്ച് പച്ചമുളക് വേണം, ഒരു വലിയ ഉള്ളി വേണം, ഒരു തക്കാളി, ഒരു 2-3 വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് നാളികേരം, പിന്നെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള പനീർ വേണം, ആവശ്യത്തിന് ഉപ്പ് വേണം, കുറച്ച് ചിക്കൻ മസാല വേണം, കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, കരിവേപ്പില വേണം, കുറച്ച് ഏലക്കായ വേണം. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പനീർ മസാല ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പം പനീർ മസാല എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ തക്കാളി നമുക്ക് വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തക്കാളി വളരെ ചെറുതാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം. നമുക്ക് ചെറുതാക്കി അരിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെറ്റാവും. അതുപോലെ തന്നെ ഉള്ളി നമുക്ക് ചെറുതായിട്ട് അരിയാം. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് നടു മുറിച്ച് വെക്കാം.
അപ്പോൾ ഇത് ചെറുതാക്കി അരിഞ്ഞു വെക്കുന്നത് എന്താ വെച്ചാൽ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയുള്ളി, ചെറിയുള്ളി, തക്കാളി, പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി ഒക്കെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് നമുക്കൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ചൂടാറിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. ഇത് അരയ്ക്കുന്ന സമയത്ത് കുറച്ച് നാളികേരവും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കാം. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ നല്ല മിക്സിയിലിട്ട് തേങ്ങ ചേർത്ത് നന്നായിട്ട് അരച്ച് വെച്ചു. അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഗ്രേവി തിളച്ച് തന്നാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പനീറും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ തിളച്ച് വരുന്ന ഗ്രേവിയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പനീർ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കൂടും. കുറച്ച് ചിക്കൻ മസാലയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് കരിവേപ്പില കുറച്ചിട്ടാണ്, കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ടു. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കണം. നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പനീർ മസാല ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പം ഒരു കാര്യം കൂടി പറയട്ടെ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നമസ്കാരം.